ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒന്ന് ഞങ്ങളുടെ കുഞ്ഞു ഫാമിലി, അതായത് ഞാനും എൻ്റെ ചേട്ടായിയും എൻ്റെ കുഞ്ഞു മക്കളും അടങ്ങുന്ന ഞങ്ങളുടെ കുഞ്ഞു ഫാമിലിയിലെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചേ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് ചായ വെക്കലാട്ടോ. പിന്നെ ചോറ് വെച്ചു, അത് കുക്കറിലാട്ടോ വെക്കുന്നത്, വേഗം റെഡി ആവാനായിട്ട്. പിന്നെ രാവിലത്തേക്കുള്ള കറിയെല്ലാം ഉച്ചയ്ക്ക് ചേട്ടായിക്ക് ചോറ് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് അതിനുള്ള പരിപാടിയെല്ലാം ചെയ്തു. ഇന്നലെ ഞാൻ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ മാവ് രാവിലെ ആയപ്പോഴത്തേനും നന്നായിട്ട് പുളിച്ചു. അപ്പം ഒരടുപ്പിൽ ഞാൻ അപ്പം ചുടുവാണ്. അങ്ങനെ ഓരോ അടുപ്പിലായിട്ട് ഓരോ പരിപാടികൾ ഒരുമിച്ചാട്ടോ ചെയ്തു പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ടൈമിലെല്ലാം റെഡിയായി കിട്ടത്തില്ല. നല്ല സോഫ്റ്റായിട്ട് അടിപൊളി അപ്പം റെഡിയായി വന്നു. ഇതെന്താണെന്ന് മനസ്സിലായോ ഗൈസ്? ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, പോർക്കാണ്. അപ്പോൾ ചേട്ടായിക്ക് പോർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ചേട്ടായി ഇന്നലെ മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചു. അപ്പോൾ ഞാൻ കറിയൊക്കെ വെച്ച് രാത്രിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കുമായിരുന്നു രാവിലെ. പിന്നെ അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത് വരും. നമ്മുടെ രാവിലെ വരുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ അതിഥികൾ. അതായത് കുറേ കാക്കക്കൂട്ടം ഉണ്ട് കേട്ടോ. രാവിലെ വരും, രാവിലെ വന്ന് വിളിയോ വിളിയാ. എന്നിട്ട് ചോറൊക്കെ എടുത്ത് കൊടുക്കുമ്പോൾ അത് കൊടുക്കുന്നത് വരെ നോക്കിയിരിക്കും. ഇത് നമ്മുടെ കുറിഞ്ഞിപ്പൂച്ചയാട്ടോ. കുറിഞ്ഞിപ്പൂച്ചയ്ക്കും ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അവൾ ആദ്യത്തെ അപ്പത്തിന് അവൾ വന്നിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് ഞാൻ ഓർത്തത് കാക്കയ്ക്കൊന്നും കൊടുത്തില്ലല്ലോ, അവരാകെപ്പാടെ ശല്യം ചെയ്യുമായിരുന്നു. എന്നിട്ട് ഞാൻ പുറത്ത് പോയി അപ്പത്തിൻ്റെ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. അവിടെ എല്ലാവരും നോക്കിയിരിക്കുമായിരുന്നു. പതിയെ പറന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുക്കളയിലെ പണികൾ തീരാത്തത് കൊണ്ട് ചേട്ടായിക്ക് നേരത്തെ പോകണമല്ലോ, അത് അപ്പത്തേനും എല്ലാം റെഡി ആവണ്ടേന്നൊക്കെ ഞാൻ തിരിച്ച് അടുക്കളയിലേക്ക് പോയേ. ഇതാ നമ്മുടെ അടുത്ത ഡിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേറൊന്നുമല്ല, ചിക്കനാണ് ഗൈസ്. ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും പോർക്കും ചിക്കനും എല്ലാം കൂടെ എന്താണെന്ന്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടായി പോർക്ക് കഴിക്കും, പക്ഷെ ഞാൻ പോർക്ക് കഴിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് ചിക്കൻ മേടിച്ച് തന്നതാണ്. അല്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് എനിക്ക് മേടിച്ച് തരും. അപ്പോൾ ഇവിടെ മേടിക്കുമ്പോൾ അങ്ങനെയാട്ടോ മേടിക്കാറ്. അങ്ങനെ നമ്മുടെ കാക്കക്കൂട്ടം താഴെ ഇറങ്ങി വരുന്നുണ്ട് കഴിക്കാനായിട്ട്. അവരിടയ്ക്കിടയ്ക്ക് അവിടെ വന്നിരുന്ന് എന്നെ ശല്യം ചെയ്യും, വിളിയോ വിളിയാണ്. ശരിക്കും ഡെയിലി ആയിട്ട് ഇവരെ കണ്ട് എനിക്ക് ആകെപ്പാട് നല്ല പരിചയമായി ഇവരോട്. ഇത് കണ്ടില്ലേ, ഷീറ്റിൻ്റെ മുകളിൽ ഒരാൾ വന്നിരുന്നിട്ട് വാലിട്ട് ആട്ടിക്കൊണ്ടേയിരിക്കുക. ഇവരൊരാൾ വന്നിരുന്നാൽ മതി. ഒരാൾ വന്നിരുന്ന് കഴിഞ്ഞാൽ ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ട് കഴിയുമ്പോഴത്തേനും എല്ലാവരെയും വിളിച്ചു വരുത്തും. അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ കാക്കയുണ്ടെന്ന് തോന്നുന്നു, അതുപോലെ കാക്കകൾ വന്ന് അവിടെ എല്ലാം ഇരിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ തോരനുള്ള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാണ്. നമ്മുടെ കടുക് പൊട്ടി ഇനിയിപ്പം തോരൻ റെഡി ആക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് കല്ലൂട്ടി എഴുന്നേറ്റ് നേരത്തെ വന്നു. ചായ കുടി എല്ലാം കഴിഞ്ഞിട്ട് എന്നെ ഓരോ കാര്യത്തിൽ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ കാക്കക്കൂട്ടത്തിനെ നോക്കിക്കേ, അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 പേര് വന്ന് കഴിച്ചിട്ട് പോയി. അടുത്ത ആൾക്ക് അവസരം കൊടുക്കുകയാണ്. നമ്മുടെ തോരൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ തോരനുള്ളത് സെറ്റ് ചെയ്ത് അടുത്ത അടുപ്പിലേക്ക് വെച്ചു. പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുവാണ്. കല്ലൂട്ടിക്ക് വെള്ളം കൊടുത്തു വിടണം. ചേട്ടായിക്ക് കൊണ്ടുപോകണ്ട, പക്ഷേ കല്ലൂട്ടിക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് സ്കൂളിൽ കൊടുത്തു വിടുന്നത്. കല്ലൂട്ടി വന്ന് നിൽപ്പുണ്ടേ, ഓരോ പയറും അതും ഇതും എല്ലാം എടുത്ത് നിരത്തിയിട്ട് എന്നെ ഓരോ പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ കുറിഞ്ഞിപ്പൂച്ച ഭക്ഷണമൊക്കെ കഴിച്ച് ക്ഷീണിച്ച് കിടന്ന് ഉറക്കുകയാണ്. അങ്ങനെ പൂച്ചേനെയും കാക്കേനെയും എല്ലാം ഒതുക്കി കല്ലൂട്ടീനെ ഒതുക്കി. അപ്പോൾ ആണ് ഞാൻ ഓർത്തത് ചേട്ടായിക്ക് ഫുഡ് കൊണ്ടുപോകണമല്ലോ എന്ന്. നല്ല ചൂട് ചോറും തോരനും പിന്നെ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നേ. അമ്മ വന്നപ്പോൾ എനിക്ക് മാങ്ങാച്ചാർ ഇട്ട് തന്നിട്ട് പോയതാണ്. ആ മാങ്ങാച്ചാറും എല്ലാം ഞാൻ ചേട്ടായിയുടെ പാത്രത്തിലേക്ക് വിളമ്പി വെച്ചേ. ചൂടോടെ എല്ലാം വിളമ്പി വെച്ചു. ചോറിന് എന്തൊക്കെ കറി ഉണ്ടെന്ന് പറഞ്ഞാലും അച്ചാർ മസ്റ്റാട്ടോ ഞങ്ങൾക്ക്. ഡെയിലി എന്തെങ്കിലും അച്ചാർ വേണം. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് മാറി എടുക്കും. ഇത് ഞാൻ മാങ്ങ സീസണൊക്കെ കഴിഞ്ഞായിരുന്നു, വന്നാലും ഉപ്പിലിട്ട് വെച്ച മാങ്ങ എങ്കിലും ഇട്ടതാ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇടിച്ചതാട്ടോ. അപ്പം അത് എടുത്തോണ്ടിരുന്നപ്പോഴേ അവിടെ നിന്ന് വിളി വന്നു, അമ്മേ ചായ തായോന്നും പറഞ്ഞു. അത് വേറെ ആരും അല്ല കേട്ടോ, നമ്മുടെ തക്കുടു കുട്ടനാണ്. തക്കുടു എഴുന്നേറ്റ് കട്ടിലേലിരുന്ന് കരച്ചിലോ. പിന്നെ ചേട്ടായിക്ക് പോർക്ക് കൂടെ കൊടുത്തു വിട്ടേ. അങ്ങനെ കാപ്പിയൊക്കെ കൊടുത്ത് ചേട്ടായിക്ക് ഫുഡെല്ലാം കൊടുത്ത് ചേട്ടായിനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ കല്ലൂട്ടീനെ പല്ലെല്ലാം തേപ്പിച്ച് ഫുഡെല്ലാം കൊടുത്ത് കല്ലൂട്ടീനെയും പറഞ്ഞു വിട്ടേ. 2 പേരും പറഞ്ഞു വിട്ട് ഞങ്ങൾ വീട്ടിലെ ബാക്കി പണിയെല്ലാം ഒതുക്കി. എൻ്റെ വാലായിട്ട് ഇവൻ എപ്പോഴും എൻ്റെ കൂടെ കാണും.
അമ്മേ അമ്മേ എന്നുള്ള സൈറൺ മുഴക്കിക്കൊണ്ട് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കും. ഞങ്ങളുടെ പണിയെല്ലാം തീർന്ന് തക്കുടൂട്ടനും കുളിച്ചു, ഞാനും കുളിച്ചു സുന്ദരിയായിട്ട് ഇങ്ങനെ തുണിയൊക്കെ ഉണക്കാനായിട്ട് ഇങ്ങനെ നടക്കും. കുറേ ദിവസം കൂടി ഇന്ന് വെയിൽ വന്നതുകൊണ്ട് തുണിയുടെ പുറകെ ആട്ടോ കൂടുതലും ഞങ്ങൾ. അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുവാന്ന് വിചാരിച്ചു. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെയൊക്കെ നടക്കത്തുള്ളൂ, നമുക്കതിന് പറ്റുന്ന ഒരു സാഹചര്യമേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാം. ടാറ്റ കൊടുക്ക് തക്കുടു, ബൈ പറഞ്ഞേ. ഒരു കിസ്സും കൂടെ കൊടുത്തേരെ, ഒരു ഉമ്മ കൊടുത്തേ. എന്നാ ഉമ്മ കൊടുത്തേ? രണ്ടുമ്മയോ? ഓക്കെ, താങ്ക് യു.